ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തോമസ് വിലങ്ങുപാറയിൽ എന്ന് പറഞ്ഞ അച്ഛനാണ്. തൊടുപുഴ അടുത്തുള്ള ന്യൂമാൻ കോളേജ് തൊടുപുഴ ഈസ്റ്റ് പള്ളി വികാരിച്ചനാണ്. ഞാനിവിടെ വന്നതിന് ശേഷം വന്നിട്ട് 3 വർഷം ആകുന്നു. ഒത്തിരിയേറെ സന്തോഷം ഉള്ള ഒരു ഇടവകയാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് നമുക്കറിയാമല്ലോ, നിങ്ങൾ എൻ്റെ പുറകിലൊരു കുമ്പസാരക്കൂട് കാണുന്നുണ്ട്. ഈ ഇടയ്ക്ക് പുതിയതായിട്ട് നിർമ്മിച്ച മനോഹരമായിട്ടൊരു കുമ്പസാരക്കൂടാണ്. നമ്മളെല്ലാവരും കുമ്പസാരിച്ച് ഈശോയെ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ ഈ ഇടവകയിൽ എനിക്ക് ഏറ്റവും എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് മുമ്പ് ഈ കുമ്പസാരക്കൂട്ടിൽ ഞാൻ വന്ന് ഇരിക്കാറുണ്ട്. ഒത്തിരിയേറെ ആളുകൾ വന്ന് കുമ്പസാരിക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് ഈ കുമ്പസാരക്കൂടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് ഒത്തിരിയേറെ പ്രായം ചെന്ന ആളുകളുള്ള ഒരു ഇടവകയും കൂടെയാണ് ഈ ഇടവക എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ അവർ വരുന്നു, വിശുദ്ധ ബലിക്ക് മുമ്പ് കുമ്പസാരിച്ചൊരുങ്ങി അവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഒരമ്മച്ചി വന്ന് ഇങ്ങനെ കുമ്പസാരിക്കുന്നതിനിടയിൽ സാധാരണ ഒരു കുമ്പസാരക്കൂടിൻ്റെ ഒരു ഷീറ്റ് ഇതായിരുന്നു. അപ്പോൾ കസേരയുമായിട്ട് കുമ്പസാരക്കൂടിലേക്ക് ചാഞ്ഞപ്പോൾ കസേര തെന്നി വീഴാൻ തുടങ്ങിയുണ്ടായി. അപ്പോഴാണെങ്കിൽ ഒരു ആശയം തോന്നിയത്, ഇരുന്നു കൊണ്ട് കുമ്പസാരിക്കാൻ പറ്റുന്ന ഒരു കുമ്പസാരക്കൂട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ തന്നെ 1-2 പള്ളികളിൽ അച്ഛന്മാരോട് ചോദിച്ചപ്പോൾ അവിടെ ഇതിനോട് ചേർന്ന് ഏകദേശം രൂപമുള്ളൊരു കുമ്പസാരക്കൂട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ആശയം ഉൾക്കൊണ്ടതും അതിനുശേഷം ഇത് രൂപകൽപ്പന ചെയ്തതുപോലും. ഇതൊന്ന് പൂർത്തീകരിച്ച് ഇവിടെ എത്തിക്കുമ്പോൾ ഇതിനെ സഹായിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്. കാരണം ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച കൈക്കാരന്മാരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്ത പാരിഷ് കൗൺസിൽ അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരുടെയും ഒരു സപ്പോർട്ടോടെ തന്നെയാണ് ഇത് നിർമ്മിച്ചത്. ഇതിനു വേണ്ടി വലിയൊരു സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഇടവേല തന്നെ പ്രിയപ്പെട്ട മാറാട്ടിലെ കുഞ്ഞച്ചൻ ചേട്ടനും ലൂസി ചേച്ചിയുമാണ്. അവരുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ട് ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അവർ വലിയൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇത് അംഗീകരിച്ച്, ഒരു കുഴപ്പമില്ല വെച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് പൂർത്തീകരിക്കണം, ഏറ്റവും നന്നായിട്ട് തന്നെ അച്ഛൻ അത് വേണ്ട രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞച്ചൻ ചേട്ടനും ലൂസി ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവരെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട 2 കൈക്കാരന്മാർ ബെന്നി ചേട്ടനും ജോയി ചേട്ടനും അവരെപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അവർ കാര്യത്തിന് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും അതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കണം അച്ഛാന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുകയുണ്ടായി. അപ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് ഇത് പൂർത്തീകരിക്കുമ്പോൾ. നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അടുത്ത് നമുക്ക് കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അടുത്തറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, കുമ്പസാരക്കൂടിൻ്റെ സാധാരണ രീതിയിൽ മുട്ടുകുത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൂടാതെ തന്നെ വയസ്സായവർക്ക് ഇരുന്നുകൊണ്ട് കുമ്പസാരിക്കാനായിട്ടുള്ളൊരു അവസരമാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ക്രമീകരണം ചെയ്തിരിക്കുക. അപ്പോൾ അത് പ്രായമായിട്ടുള്ളവർക്ക് സ്വസ്ഥമായിട്ടും വളരെ ശാന്തമായിട്ട് വന്ന് നിന്ന് ഇരുന്നുകൊണ്ട് കുമ്പസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സഹായിച്ചത് ബേബി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ ചേട്ടൻ്റെ കൂടെയുള്ള ആചാര്യമാരും കൂടെയാണ് അവർ സഹായിച്ചാണിത് പൂർത്തീകരിച്ച് ഇന്ന് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടവ മധ്യസ്ഥയായിട്ടുള്ള വിജ്ഞാന മാതാവിനോടും നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ നൊവേന ദിവസമായിട്ടുള്ള ശനിയാഴ്ച തന്നെ അത് വെഞ്ചരിച്ച് സമർപ്പിക്കുകയും അന്ന് തന്നെ കുറേയധികം ആളുകൾ കുമ്പസാരിക്കുകയുണ്ടായി. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. എൻ്റെ പേര് ജിമ്മി. ഞാൻ സ്ഥിരമായിട്ട് കൂട്ടുകാരൊത്ത് പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതാണ്, ജോമാലെല്ലാം വരുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലാണ് ഈ കുമ്പസാരക്കൂട് ഇവിടെ കാണാനിടയായത്. വളരെ മനോഹരമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സംവിധാനങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഇരുന്ന് കുമ്പസാരിക്കാനുള്ള ഒരു പ്രത്യേക സൗകര്യം മറ്റൊരിടത്തും തന്നെ ഇത് കണ്ടിട്ടില്ല, ഉണ്ടാവാമായിരിക്കാം, കണ്ടിട്ടില്ല. ഈ സൗകര്യം വളരെ പ്രത്യേകമായ രീതിയിൽ ഇവിടുത്തെ വികാരിയച്ഛൻ്റെ ഒരു ഭാവനയിൽ വരുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ്. എൻ്റെ പേര് മനോജ്. ഞാൻ മുതലക്കുട ഇടവകയാണ്. എങ്കിലും ഇവിടെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഈ പള്ളിയിൽ വരാറുണ്ട്. അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഈ കുമ്പസാരക്കൂട് കണ്ടത്. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കുമ്പസാരക്കൂടാണ്. വളരെ പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രായമായവർ എക്കാലവും കുമ്പസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അവർക്ക് ഏറെ സമയം മുട്ടയെ കുത്തി നിന്ന് കുമ്പസാരിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രതിവിധി ഇന്നവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനൊരു വളരെ നല്ലൊരു പ്രതിവിധിയാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന കുമ്പസാരക്കൂട്. ഇത് മറ്റു പള്ളികളിലും പ്രാബല്യത്തിൽ വന്നാൽ നല്ലതാണ്. അവിടെ 1-2 കുമ്പസാരക്കൂടിൽ ഒരെണ്ണമെങ്കിലും ഇങ്ങനെ ഒരു സീറ്റോടുകൂടി ഇരിക്കാവുന്ന രീതിയിൽ ആക്കിയിട്ടാൽ എല്ലാ പള്ളികളിലും ഇത് പ്രായമായവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു.